സൗണ്ട് കേൾക്കുന്നില്ലേ സ്പീക്കറിൽ? കേൾക്കാം. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ നിർത്തിയത്? എന്താ ഡിസ്കസ് കഴിഞ്ഞ ദിവസം കുറച്ച് ആപ്പ് പ്രശ്നം എന്തുകൊണ്ട് ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു അല്ലേ? Where did we stop in our last class? ഫങ്ഷൻ ഓഫ് ലാംഗ്വേജ് കഴിഞ്ഞോ? എടുത്തോ? ഹലോ, കേൾക്കുന്നില്ല? ഹലോ ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കണ്ട് സാർ. നമ്മുടെ ഏതവിടെ എടുത്ത ലാസ്റ്റില് ഫങ്ഷൻ ഓഫ് ലാംഗ്വേജ് ആണോ? Yes, sir. ഫങ്ഷൻ ഓഫ് ലാംഗ്വേജ്. ഇപ്പൊ പറയാനും മടി. എവിടെ നിർത്തിയത് ലാസ്റ്റ് കഴിഞ്ഞ? ലാസ്റ്റ് ടോപ്പിക് ഏതാ ഡിസ്കസ് ചെയ്ത്? ആർക്കും അറിയില്ലേ എവിടെ നിർത്തി? ഫങ്ഷൻ ഓഫ് ലാംഗ്വേജ്. ഫങ്ഷൻ ഓഫ് ലാംഗ്വേജ് മുഴുവൻ കഴിഞ്ഞോ? ഫസ്റ്റ് സെക്കൻഡ് എടുത്തിട്ടുള്ളൂ ഫങ്ഷൻ. എക്സ്പ്രസീവ് ഫങ്ഷനോ? യെസ്. നിങ്ങളുടെ ഈ ബാച്ചിൽ എന്ത് റെസ്പോൺസീവ് വിൽ നോട്ട് ഗെറ്റ് എനി ആൻസർ ഫ്രം യു. ഇഫ് ഐ ആസ്ക് എനിത്തിങ്, വൈ ഡോണ്ട് യു റെസ്പോൺസ് മൈ ഡിയർ സ്റ്റുഡൻസ്? എന്തെങ്കിലും ചോദിച്ചാൽ എന്താ അതിന് മറുപടി തരാത്ത? ഫങ്ഷൻ ഓഫ് ലാംഗ്വേജിൽ മൂന്നാമത്തേത് എടുക്കേണ്ടത്. ഫങ്ഷൻ ഓഫ് ലാംഗ്വേജ് ഏതാ എടുക്കേണ്ടത്? മൂന്നെണ്ണം എടുക്കുന്നോ? രണ്ടെണ്ണം എടുത്തു. ഇൻഫർമേറ്റീവ് ഫങ്ഷൻ രണ്ടെണ്ണം എടുത്തു. നെക്സ്റ്റ് expressive function and communicative function that has been discussed today. So, importance of language. ലാംഗ്വേജിന്റെ പ്രാധാന്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതില് കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ടൈം പോയിട്ടുണ്ടായിരുന്നു. ആപ്പിന്റെ എന്തോ പ്രശ്നമുണ്ട് അല്ലേ? നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ചെയ്യുന്നില്ലേ? അത് ഓർമ്മല്ലേ? സോ ആ സ്ക്രീൻ ഓഫ് ആക്കാത്തവരൊക്കെ ക്ലാസ്സിന് എക്സിറ്റ് അടിച്ച് പോയിക്കോളും. സ്ട്രിക്ട്ലി ഐ ആം ടെല്ലിങ് യു. അല്ലാത്ത എക്സ്ക്യൂസ് ഉണ്ടെങ്കിൽ അത് പറയാം, അല്ലെങ്കിൽ ഞാൻ സിറ്റടിച്ച് ഞാൻ പോകും. ഇത്രേ ഉള്ളൂ. ഇത് ക്ലാസ്സിൽ വന്നിട്ട് നിങ്ങൾ ക്ലാസ്സിലാണോ അല്ലേ ഒന്നും ഞാൻ ഒരുപാട് പ്രാവശ്യം ഇത് പറയണു. അല്ലെങ്കിൽ സൂം ക്ലാസ് വെച്ചിട്ട് ആപ്പിലാക്കിക്കോളൂ ക്ലാസ്സിൽ. കുഴപ്പമില്ല. എന്താ ഞാന് കൺസേൺ അതോറിറ്റിയോട് ഇൻഫോം ചെയ്യണോ ഇത് സ്റ്റോപ്പ് ചെയ്ത് പോകാൻ? എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് വേറെ ഇഷ്ടംമാര് അക്കാഡമിയുടെ വെയിറ്റിംഗ് ആണ് ക്ലാസ് എടുക്കാൻ. You are not ready to obey my words. I told you many times in Zoom class you have to open your screen. Otherwise I won't take the class. Some students are ready to obey the rules. Some others are not ready. നിങ്ങൾ ക്ലാസ്സിൽ അത് സ്ക്രീനിൽ നിങ്ങൾ ക്ലാസ്സിലാണോ അല്ലെന്ന് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? ലൈവ് ക്ലാസ്സിലാണെങ്കിൽ ഹൗ കാൻ ഐ സേ? നിങ്ങൾ ആ സ്ക്രീൻ മറച്ചു വെച്ചാൽ നിങ്ങൾ ക്ലാസ്സിലാണോ അല്ലേ? ഞാൻ എന്തെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ ഹൗ കാൻ ഐ ആസ്ക്? യു ടെൽ മീ. ഞാൻ നിങ്ങളുടെ മറ്റു ബാച്ചുകൾ എടുക്കുന്നുണ്ടല്ലോ. ഇന്നലത്തെ ബാച്ച് ഏതാ ബാച്ചിക്കാറില്ല. ഓൾ സ്റ്റുഡൻസ് അവരിരിക്കുന്ന അവരെ പറയുന്ന റൂളിനനുസരിച്ചാണ്.
ഞാനത് ക്ലാസ് തുടങ്ങിയപ്പോഴേ പറഞ്ഞതാണ്. സൂം ക്ലാസ് എടുക്കുമ്പോൾ അതിന്റെ റൂള്. പിന്നെ നിങ്ങളുടെ ഓഡിയോ അത് വെറുതെ ഓണാക്കി വെച്ചാൽ നിങ്ങളെ വീട്ടിലെ അപശബ്ദങ്ങൾ കേൾക്കരുത്. അപ്പൊ അത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുമ്പോൾ ഓൺ ആക്കുക, പിന്നെ ഓഫ് ആക്കുക എന്നൊക്കെ പറഞ്ഞാലും പിന്നെയും കാണാൻ സൗണ്ടുകൾ അതിൽ നിന്ന് ഇങ്ങനെ വരുന്നു. നിങ്ങൾ ഒന്നാമത്തെ സൂം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് പരിചയമില്ലാന്ന്. യു ആർ ടീച്ചേഴ്സ്, ഐ തിങ്ക് നോ. എ ടീച്ചർ ഷുഡ് കീപ് സം പങ്ക്ച്വാലിറ്റി. അവര് എപ്പോഴേയും ക്ലാസ് കയറി വരിക, ഒരു ഓർഡറും ഇല്ല, തോന്നിയ മാതിരി ലൈവ് ക്ലാസ്സിൽ വരിക. അങ്ങനെയൊന്നും ക്ലാസ് എടുക്കാൻ എന്നെ കിട്ടില്ല. എനിക്ക് താല്പര്യവും ഇല്ല. അത് തുറന്നു പറയാം. ഐ ഡോണ്ട് ലൈക്ക് ടു ബി ടേക്കൺ ക്ലാസ് ഫോർ യു. ഇന്ന് കണ്ടവരെ അടുത്ത ക്ലാസ്സിൽ എവിടെ എടുത്തു കഴിക്കാം, അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടെങ്കിലല്ലേ എവിടെ എടുത്തെന്ന് അറിയാൻ പറ്റുക. എന്താ വേണ്ട? ക്ലാസ് കണ്ടിന്യൂ ചെയ്യണോ? ആംഷിനൊക്കെ എന്താ സ്ക്രീൻ ഓൺ ചെയ്യാൻ പറ്റില്ല? ആരൊക്കെയോ സാജിൻ സാറെ അടുത്ത് സംസാരിക്കട്ടെ, എന്നിട്ട് എന്താ വേണ്ട നിങ്ങൾക്ക് എടുക്കണോ എടുക്കണ്ടേ തീരുമാനിക്കാം. അപ്പൊ എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുക ക്ലാസ്. ബാക്കി ആരായിട്ട് വെച്ചൊക്കെ കുഴപ്പമൊന്നുമില്ല. ഇഷ്ടംമാതിരി ക്ലാസ് ഇല്ലാത്ത കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ വന്നിട്ട് ഇതന്നെ വീണ്ടും പറയണം. അതിന് ടൈം. ഒരു ഒരു വിദ്യാർത്ഥി ക്ലാസ് ഇരിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഇതുപോലെ എത്രയോ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് വന്നാണോ? കൃത്യ ടൈമിൽ ക്ലാസ്സിൽ കയറും, കൃത്യ ടൈമിൽ എത്തും, കൃത്യ ടൈമിൽ ടീച്ചേഴ്സ് പറയുന്ന അനുസരിക്കും. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഗ്രോൺ അപ്പ് സ്റ്റുഡൻസ് അല്ലേ? നമ്മള് PG ഡിഗ്രി സ്റ്റുഡൻസിനൊക്കെ ക്ലാസ് എടുക്കുന്നതാണ്. എത്ര ആദരവോടും ബഹുമാനത്തോടും റെസ്പെക്റ്റോടും അവർ ക്ലാസ് എടുക്കുന്നത്, അവർ ഫോളോ ചെയ്യുന്നത്. പക്ഷെ എനിക്കറിയില്ല, എന്റെ ക്ലാസ്സിൽ വരുന്നവര് അത് പാലിക്കാൻ തയ്യാറുള്ളവർ വന്നാൽ മതി, അല്ലെങ്കിൽ ഞാൻ എക്സിറ്റ് അടിച്ചു പോകും. ഷുവർ. അതാണ് മെയിൻ പ്രശ്നം. അതാണ് ക്ലാസ്സിലെല്ലാം ആരൊക്കെ വന്നില്ല എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. എങ്കിലല്ലേ അടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും ചോദിക്കാൻ പറ്റുള്ളൂ. ചോദിച്ചാൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് തരാൻ പറ്റുള്ളൂ. Functions of language that we have been discussed about that. What are the functions of language? So, communicative function, expressive function. Express mean to express something concerned with your ideas and your thoughts and ഇതിപ്പോ പറഞ്ഞിട്ടേ ഉള്ളൂ. ആകെ കുറച്ച് പിള്ളേരേ ഉള്ളൂ. ആ ഓഡിയോ ഒന്ന് ഓഫാക്കാൻ പറഞ്ഞാ കേൾക്കില്ല. ആരുടെയാന്ന് എനിക്കറിയില്ല. നമുക്ക് ക്ലാസ്സേ
ആപ്പിലൂടെ ഇടാൻ പറയും, അത് നല്ലത്. എന്നാ പിന്നെ ഇതൊന്നും കേൾക്കണ്ടല്ലോ, എനിക്ക് ക്ലാസ് എടുത്ത് അങ്ങ് പോവാം. നിങ്ങള് കേട്ടോ കേട്ടില്ലേ ഇതൊന്നും അറിയില്ല. എക്സ്പ്രസീവ് ഫങ്ഷൻസ് പ്രകടിതമായ ഫംഗ്ഷനാണ് എക്സ്പ്രസീവ് ഫംഗ്ഷൻ. പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പല വികാരങ്ങളും ഐഡിയകളും മറ്റുള്ളവരോട് എക്സ്പ്രസ് ചെയ്യേണ്ടി വരും. അങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ലാംഗ്വേജ് കൂടിയേ പറ്റൂ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഡിയർ നിയേഴ്സ് ആയിട്ട് ഡീൽ ചെയ്യുന്നു, അവരോട് നിങ്ങളെ ഇമോഷൻസുകൾ, വികാരങ്ങൾ, ഐഡിയാസുകൾ, വിചാരങ്ങളൊക്കെ ഒരു സ്പീച്ചിലൂടെ മാത്രമേ നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ പറ്റൂ. അതാണ് എക്സ്പ്രസീവ് ഫംഗ്ഷൻ എന്ന്. മറ്റൊന്ന് ഇൻഫോർമേറ്റീവ് ഫംഗ്ഷൻ ആണ്. ഇൻഫോർമേറ്റീവ് മീൻ ഗിവിങ് ഇൻഫർമേഷൻ. അതായത് പുതിയ വിവരങ്ങൾ. ഇപ്പൊ ഒരു ഹിയർ ഐ ആം ഗിവിംഗ് യു സം ഇൻഫർമേഷൻ. Without that English language or any other language, how can I give you the information, knowledge? നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ അറിവ് പകർന്നു തരിക? ഒരു വിവരം എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരിക? How is to be done? When is to be done? What is to be done? Anything can be expressed only with the help of a language. ഒരു ലാംഗ്വേജിന്റെ സഹായം കൊണ്ട് മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഹഫ്സയ്ക്ക് എന്തുകൊണ്ട് why don't you open the screen? Hafsa and Hamshina, do you have some personal problems? ഞാനും കുട്ടികളും ഒറ്റയ്ക്കേ ഉള്ളൂ വീട്ടില്. അപ്പം കുട്ടികൾക്ക് ഫുഡ് കൊടുത്തോണ്ടിരിക്കുന്നു. പറഞ്ഞത് ഇതൊക്കെ നിങ്ങൾ ആദ്യം അറേഞ്ച് ചെയ്യണേ. നമ്മൾ ക്ലാസ് ടൈം ആദ്യം ഇൻഫോം ചെയ്യുന്നല്ലേ, അതും 8 മണിക്കാണ്. അത് അവര് ചെറിയ കുട്ടികളാ, അപ്പം അവര് കൊടുത്തില്ലെങ്കിൽ അത് ആ പ്രശ്നം ആദ്യം നിങ്ങൾ ഇൻഫോം ചെയ്യണം. ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നോക്കാം, നമുക്ക് സമയം. നമ്മള് ഒരു ക്ലാസ് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിലേക്ക് ഉടനെ ചടിചടി പോരുന്ന ഒരു അധ്യാപകനാണ്. രാവിലെ 7 തൊട്ട് തുറന്ന പരിപാടിയാണ്. അപ്പം പിന്നെ ഹാൻഷിനയ്ക്ക് എന്താ പ്രശ്നം? No problem. സോ അങ്ങനെയുള്ളവർ ആ റെക്കോർഡ് ക്ലാസ് കേട്ടാൽ മതിയല്ലോ. വെറുതെ ഇവിടെ വന്നിട്ട് അത് ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ലേ എന്താ? സോ ഇൻഫോർമേറ്റീവ് ഫംഗ്ഷനില് നമുക്ക് പുതിയ വിവരങ്ങള് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തിച്ചു കൊടുക്കണമെങ്കിൽ ഒരു ലാംഗ്വേജ് കൂടിയേ പറ്റൂ. അപ്പൊ അത് ലാംഗ്വേജിന്റെ ഒരു ഫംഗ്ഷനാണ്. ഓൾ ഇൻഫർമേഷൻ ക്യാൻ ബി സെൻഡ് ഓൺലി ത്രൂ എ മീഡിയ ഓഫ് ലാംഗ്വേജ് എന്നതാണ്. So language can be used to store, transmit information. വിവരങ്ങള് സ്റ്റോർ ചെയ്ത് വെക്കാനും സ്റ്റോർ ചെയ്ത വിവരങ്ങള് മറ്റൊരാളിലേക്ക് വിവർത്തനം മാറ്റപ്പെടണമെങ്കിലും, ട്രാൻസ്മിറ്റ് ചെയ്യാന്ന് അറിയില്ലേ, ഒരാളിന് മറ്റൊരാളിലേക്ക് ട്രാൻസ്മിഷൻ ചെയ്യുക, അതാണ് ട്രാൻസ്ഫോർമർ ഒക്കെ ഉണ്ടാവും. അപ്പം ഒരു സ്ഥലത്ത് മറ്റൊരാൾക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക. സപ്പോസ് നൗ യു ഗോട്ട് സം ഇൻഫർമേഷൻ from the class and those information are to be transmitted to other people. അത് മറ്റുള്ളവർക്ക് അത് വിവർത്തനം അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് കൂടിയേ പറ്റൂ. അതല്ലെങ്കിൽ എന്തൊക്കെ വിവര സാങ്കേതിക വിദ്യകൾ നിങ്ങൾ തലച്ചോറിലുണ്ടായിട്ട് കാര്യമില്ലല്ലോ, അത് മറ്റുള്ളവർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണമല്ലോ. ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ഒരു ലാംഗ്വേജ് കൂടിയല്ലേ പറ്റൂ, അല്ലെങ്കിൽ ഓൺലി ത്രൂ എ മീഡിയ ഓഫ് ലാംഗ്വേജ്. ഒരു ഭാഷയുടെ സഹായത്തിൽ കൂടെ മാത്രമേ നിങ്ങൾ സ്വരൂപിച്ചു വെച്ച വിവര സാങ്കേതിക വിദ്യകൾ മറ്റൊരാൾക്ക് കൈമാറാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മ്യൂട്ട് ലാംഗ്വേജ് ആവും. എന്തായാലും മാത്രമല്ല മ്യൂട്ടിലൂടെ നമുക്കൊന്നും
കരഗതമാക്കാൻ പറ്റുകയില്ല. ഒരു ഇൻഫർമേഷൻ നമുക്ക് സ്വരൂപിക്കാൻ കഴിയില്ല ലാംഗ്വേജ് ഇല്ലെങ്കിൽ. അവിടെ ഇൻഫർമേഷൻ മാത്രമല്ല, എന്ത് നവനവങ്ങളായിരിക്കുന്ന കാര്യങ്ങളും. ട്രെയിനീസ്, നമ്മുടെ ഈ കമ്പനികളിലൊക്കെ ട്രെയിനീസും ഉണ്ട്. ഈ ട്രെയിനീസിനെ അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ ട്രെയിനർ, ആ ട്രെയിനർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഹൗ ടു ഓപ്പറേറ്റ് എ മെഷീൻ എന്ന് ഒരു വിവരം ഒരാൾക്ക് പറഞ്ഞു നൽകണമെങ്കിൽ അവിടെ ആ ട്രെയിനിക്ക് ആ ട്രെയിനർ is to be given some information. When switch is to be on, when switch is to be off, and how can you use the battery functions, how can you use the oil function of that machine, and everything, every information, and for everything, not merely in the education field, but in all fields. Suppose even in a cookeries, how a particular meal can be cooked, that is to be in, that is also an informative function. അതൊക്കെ നമ്മൾ ഒരാളുടെ ബ്രെയിനിൽ നിന്ന് മറ്റൊരാളുടെ ബ്രെയിനിലേക്ക് കൈമാറണമെങ്കിൽ ഇൻഫർമേറ്റീവ് ഫംഗ്ഷൻ കൂടിയേ പറ്റൂ. പിന്നെ ഡയറക്റ്റീവ് ഫംഗ്ഷൻ, ഒരാൾക്ക് ഡയറക്ഷൻ കൊടുക്കണമെങ്കിൽ ഡയറക്ഷൻ കൊടുക്കുക, ഹൗ ഇറ്റ് ഈസ് ടു ബി ഡൺ, വാട്ട് ഈസ് ടു ബി ഡൺ, വെൻ ഈസ് ടു ബി ഡൺ, ഇതുവഴി പോകണം, അതുവഴി പോകണം, ഗോ ദിസ് വേ, ദാറ്റ് വേ, ഓൾ ഡിറക്ഷൻ ഷുഡ് ബി ഗിവൺ. ആജ്ഞകൾ കൽപ്പിക്കുമ്പോൾ നീ ഇത് ചെയ്യ, നീ അത് ചെയ്യ, എല്ലാ ഇൻസ്ട്രക്ഷൻസുകളും, ഓൾ ഇൻസ്ട്രക്ഷൻ ക്യാൻ ബി ഗിവൺ ഓൺലി ബൈ യൂസിങ് ലാംഗ്വേജ് ആൻഡ് കമാൻഡുകൾ. എന്തായാലും ഇപ്പൊ സുപ്പീരിയർ ഓഫീസർമാര് ഒരു പോലീസ് ഉന്നത ഉദ്യോഗസ്ഥൻ തന്റെ കീഴ് ഉദ്യോഗസ്ഥന്മാർക്ക് ആജ്ഞകൾ നൽകുമ്പോഴൊക്കെ ഒന്നുകിൽ ഇംഗ്ലീഷിലായിരിക്കും, അല്ലെങ്കിൽ ഹിന്ദിയിലായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് പാസീവ് കമ്മ്യൂണിക്കേറ്റർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ലാംഗ്വേജിലായിരിക്കണം എന്നുള്ളത്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഡെൽറ്റ് വിത്ത് ഡിറക്റ്റീവ് ഫങ്ഷൻസ്. സോ പിന്നെ ക്രിയേറ്റീവ് ഫങ്ഷൻ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ക്രിയേറ്റീവ് ഫങ്ഷൻ എന്താ? ക്രിയാത്മക ഫങ്ഷൻ. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഈ സമൂഹത്തിൽ ഏറ്റവും വേണ്ടത് ക്രിയാത്മകതയാണ്. ക്രിയാത്മകത എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ടു ബി ക്രിയേറ്റഡ്, ഹൗ ഈസ് ടു ബി ക്രിയേറ്റഡ്, എന്താണ് സൃഷ്ടിക്കപ്പെടേണ്ടത്, എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു വസ്തു ഉണ്ടാക്കുക, അങ്ങനെയുള്ള ക്രിയാത്മകതകളൊക്കെ നമുക്ക് ലാംഗ്വേജിലൂടെ പറ്റുള്ളൂ. Language plays an important role in the imaginative and creative activity. രണ്ടെണ്ണാണല്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇമാജിൻ ആണ് ക്രിയേഷൻ ആയി മാറുന്നത്. ഇമാജിനേഷൻ ആണ് ക്രിയേഷൻ ആയി മാറുന്നത്. സപ്പോസ് an engineer, he may have some imagination in his mind how a building can be designed. ഒരു ബിൽഡിംഗ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടതെന്ന് ഒരു ആർക്കിടെക്ടറുടെ മനസ്സിലുണ്ടാവും. ദാറ്റ് ഈസ് ഇമാജിനേഷൻ. ആ ഇമാജിനേഷനെ രൂപകൽപ്പന ചെയ്യണമെങ്കിൽ ഇമാജിനേഷന്റെയും ക്രിയേഷന്റെയും ഇടയിൽ ഒരു ഭാഷാ വിവർത്തനം ഉണ്ടായേ പറ്റൂ. അപ്പോഴേ എഞ്ചിനീയർ പറഞ്ഞു കൊടുക്കുമ്പോൾ മാത്രമേ അയാളുടെ മനസ്സിലുള്ളതായ ഒരു ബിൽഡിങ്ങിന്റെ രൂപകൽപ്പന ക്രിയാത്മകമായി ബിൽഡിംഗ് ആയി പരിവർത്തിക്കുള്ളൂ. ആരോടൊക്കെ പറയണം? വർക്കേഴ്സിനോട് ഡീൽ ചെയ്യണം, ടെക്നീഷ്യന്മാരോട് ഡീൽ ചെയ്യണം, അല്ലെ? വയറിംഗ് മാൻ, എഞ്ചിനീയർ, ഒരുപാട് വ്യക്തികൾ ഒരു ക്രിയേഷനിൽ ഏർപ്പെടുമല്ലോ. ആ ക്രിയേഷനിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്കൊക്കെ തന്റെ ഇമാജിനേഷൻ, ഒരു ഇപ്പോ 6 വരി പാത കേരളത്തില് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ 6 വരി പാതയുടെ ഇമാജിനേഷൻ ആണ് അതിന്റെ ആർക്കിടെക്ടറുടെ മനസ്സിൽ ആദ്യം വരിക. തന്റെ മനസ്സിൽ വന്ന ആ ഇമാജിനേഷൻ ഡിസൈൻ ചെയ്യും അദ്ദേഹം ഒരു മാധ്യമത്തിലേക്ക്. ആ ഡിസൈൻ ചെയ്ത തന്റെ ഇമാജിനേഷൻ പിന്നെ ക്രിയാത്മകതയിലേക്ക് പ്രവർത്തിക്കണം. അപ്പൊ ഈ ക്രിയാത്മകതയിലേക്ക് എത്തണമെങ്കിൽ അവിടെ ക്രിയാത്മകമായ ഇൻസ്ട്രക്ഷൻസുകളെല്ലാം നൽകണം. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ
ഒരു ഫംഗ്ഷനാണ്. ദാറ്റ് മീൻ ആൾമോസ്റ്റ് ഓൾ ക്രിയേഷൻ ഓഫ് ദിസ് വേൾഡ്, വെദർ ഇറ്റ് ഈസ് ഇൻ ദ മാറ്റർ ഫോം ഓർ എനി അതർ ഫോം, ഇറ്റ് ഈസ് ആൾ ടു ബി ഡൺ ഓൺലി ബൈ ഗിവിംഗ് സം ഐഡിയാസ് ത്രൂ ക്രിയേഷൻ and can be done only by using language. അതൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. ഇതിലൊക്കെ ഉപരി സോഷ്യൽ ഫംഗ്ഷൻ, സാമാജികമായ ഫംഗ്ഷൻ, ദാറ്റ് ഈസ് വാട്ട് ഇസ് കാൾഡ് സോഷ്യൽ ഫംഗ്ഷൻ. സോഷ്യൽ ഫംഗ്ഷൻ എന്നുള്ളത് കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? സമൂഹത്തിൽ വർത്തിക്കേണ്ടായ കാര്യങ്ങള് നമ്മൾ ലാംഗ്വേജിലൂടെ മാത്രമാണ് നിലനിന്ന് പോരുന്നത്. കാരണം ഒരു സോഷ്യൽ ഐഡന്റിറ്റി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ യു ആർ ആൾ ഡീലിംഗ് വിത്ത് ഐഡന്റിറ്റി. ഇപ്പൊ സോഷ്യൽ ഐഡന്റിറ്റി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, അതുപോലെ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ ഫംഗ്ഷൻ കൂടിയേ പറ്റൂ. ആ സോഷ്യൽ ഫംഗ്ഷൻ നമ്മൾ നടത്തിപ്പോരുന്നത് ഒരു ലാംഗ്വേജിലൂടെയാണ്. ടേക്ക് ഫോർ എ സിമ്പിൾ എക്സാമ്പിൾ. സപ്പോസ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ്. നിങ്ങൾ പൊളിറ്റിക്സിൽ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, സമൂഹം എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആൾക്കാരുടെ ഗ്രൂപ്പാണല്ലോ സമൂഹം. അപ്പൊ ആ സമൂഹത്തിലെ ഒരാളാ നേതാവാവുള്ളൂ. ഫ്രം എമംഗ് lakhs of people or thousands of people, only one person may become leader. And how can he become leader? എങ്ങനെയാണ് അയാള് ഒരു ലീഡറായി മാറുന്നത്? സമൂഹത്തിൽ ഒരു ഐഡന്റിറ്റി സ്ഥാപിച്ചെടുത്തിട്ട്, അല്ലേ? എന്തുകൊണ്ടാണ് VD സതീശൻ നമ്മുടെ മുഖ്യമന്ത്രി ആയത്? Now he had or he got that identity of our chief minister. But that chief minister identity is got not merely one day or 2 days, but days of efforts are there. എത്രയോ ദിവസങ്ങളുടെ പരിണാമിത ഫലമായിട്ടാണ് അദ്ദേഹം ഒരു സാമാജിക നേതാവായി മാറുന്നത്. അപ്പൊ സമൂഹത്തിൽ നിങ്ങൾ നേതാവാവണമെങ്കിലും, ഒരു പ്രാസംഗികനാവണമെങ്കിലും, ഒരു നർത്തകിയാവണമെങ്കിലും, ഒരു ഗായികയാവണമെങ്കിലും, ഒരു ടീച്ചർ ആവണമെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡന്റിറ്റി കാർഡ് കിട്ടണമെങ്കിൽ, മറ്റുള്ളവരിൽ നിന്ന് ഞാൻ വ്യത്യസ്തനാം ഞാൻ എന്ന ഒരു പേഴ്സണാലിറ്റി നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതെന്തിലൂടെ സാധിക്കൂ? ലാംഗ്വേജിലൂടെ പറ്റൂ. പ്രൗഢഗംഭീരമായ സ്റ്റേജിൽ കാണികളെ ആകർഷിക്കത്തക്ക രീതിയിൽ പ്രസംഗിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഒരു നേതാവായി പരിണമിക്കുന്നത്. ഇനി അദ്ദേഹം എങ്ങനെയാണ് ആ നേട്ടം നേടിയെടുക്കുന്നത്? ഒരു ലാംഗ്വേജിൽ കൂടെയല്ലേ. ഒരു ഭാഷ നന്നായി വാരി വെതറിയിട്ടല്ലേ അദ്ദേഹം ഒരു നല്ല കവിയാവുന്നത്, ഒരു നല്ല രാഷ്ട്രീയക്കാരനാവുന്നത്, ഒരു ചിന്തകനാവുന്നത്, അല്ലെങ്കിൽ ഒരു ബുദ്ധിജീവിയായി മാറുന്നത്. ഇതൊക്കെ ഒരു ഐഡന്റിറ്റിയാണ്. ഒരു പണ്ഡിറ്റായി മാറുന്നത്, ഒരു സ്കോളറായി മാറുന്നത്, ഒരു ഡോക്ടറായി മാറുന്നത്, ആൻഡ് എവരിത്തിങ് വിൽ ബി ഡൺ ഓൺലി ത്രൂ സോഷ്യൽ ഫംഗ്ഷൻ. അപ്പോൾ എന്താ പറയുക? സോഷ്യൽ ഫംഗ്ഷൻ, ലാംഗ്വേജ് ഹെൽപ്പ് സഹായിക്കുന്നു ടു പ്രൊമോട്ട് ചെയ്യാൻ സോഷ്യൽ ഐഡന്റിറ്റി. ദാറ്റ് ഐ ടോൾഡ് യു. സോഷ്യൽ ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കാൻ ഭാഷ സഹായിക്കുന്നു. പിന്നെന്താ? സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്. എ പർട്ടിക്കുലർ ഗ്രൂപ്പ്, ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞു. ഒരു പ്രത്യേക ഗ്രൂപ്പിന്റെ ആളാണ് ഞാൻ എന്ന് തോന്നിക്കാൻ പറ്റുന്നത്, അല്ലേ? ഏതാണ് പ്രത്യേക ഗ്രൂപ്പ്? ഫോർ ദ സേക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പോ ഒരു മതപണ്ഡിതൻ എന്ന് പറഞ്ഞാൽ മതപാണ്ഡിത്യത്തിന്റെ ബിലോങ്ങിങ്നെസ്, അതില് പെട്ട ഒരാളാണ് പണ്ഡിതൻ എന്ന് പറയണമെങ്കിൽ അയാൾക്ക് തന്റെ മത ചിന്തകള് മറ്റുള്ളവർക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്തു കൊടുക്കണമെങ്കിൽ അയാൾക്ക് അറിയുന്ന ഭാഷയും ശ്രോതാക്കൾക്ക് മനസ്സിലാവുന്ന ഭാഷയുടെയും സമന്വയം പരിണമിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് സമാജത്തില് ഏത് മതസമാജമാണോ, ഏത് രാഷ്ട്രീയ സമാജമാണോ, ഇപ്പൊ കോൺഗ്രസിന്റെ ചിന്താഗതിയുള്ള വ്യക്തികളുടെ സമന്വയം കൊണ്ടാണ് ആ കോൺഗ്രസിൽ ഒരു ലീഡർ ഉണ്ടാവുന്നത്. അപ്പം അതിനെയാണ് ബിലോങ്ങിങ്നെസ്. ഈ ബിലോങ്ങിങ്നെസ് ആണ് ഞാൻ ഇന്നതിൽ പെട്ടതാണ്. ബിലോങ്ങിങ്നെസ് വേറെ അർത്ഥമുണ്ട് കേട്ടോ, സ്വത്ത് എന്ന അർത്ഥമുണ്ട്. ബിലോങ്ങിങ് എന്ന് പറഞ്ഞ അർത്ഥം മാറും. വാട്ട് ആർ യുവർ ബിലോങ്സ് എന്ന് ചോദിച്ചാൽ അർത്ഥം നിങ്ങളുടെ ആസ്തികൾ, സ്വത്തുകൾ. ബിലോങ്ങിങ്നെസ് എന്ന് പറഞ്ഞാൽ
നിങ്ങൾ ഏതിൽ ഏർപ്പെട്ടതാണ്, നിങ്ങൾ ഏത് പ്രത്യേക ഗ്രൂപ്പിൽ പെട്ടതാണ് എന്ന ഐഡന്റിറ്റി സ്ഥാപിച്ചെടുക്കണമെങ്കിലും ഫസ്റ്റ് വേണ്ടത് സംശുദ്ധമായ ഒരു ലാംഗ്വേജ് ആണ്. So these are the function of language. Now we discuss what are the chief function of language. ഇത് നിങ്ങൾ ഇതേപോലെ ഓർത്തിരിക്കണമെന്നൊന്നുമില്ല. പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഓർഡർ തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഏതൊക്കെയാണ് നിങ്ങൾ ഇരുന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഭാഷയുടെ ഫങ്ഷൻ, പ്രവർത്തനം, ഫങ്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ടിവിറ്റീസ് ആൻഡ് ഇമ്പോർട്ടൻസ്. അപ്പൊ ഒരു ഭാഷയുണ്ടെങ്കിലല്ലേ നമുക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ പറ്റൂ. അപ്പൊ നിങ്ങൾക്ക് അവിടെ കിട്ടും. ഒരു ഭാഷയുണ്ടെങ്കിലല്ലേ നമുക്ക് ഒരാൾക്ക് ഒരു വിവരം പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് എന്ത് വരും? ഇൻഫർമേറ്റീവ് ഫങ്ഷൻ. ഒരു കാര്യം ഇങ്ങനെയാണ് ചെയ്യുക എന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഒരു ഭാഷയുണ്ടെങ്കിലല്ലേ പറ്റൂ. അപ്പോ എക്സ്പ്രസീവ് ഫങ്ഷൻ. ഇതൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ്. അപ്പോ ദാറ്റ് ഈസ് ഓവർ ഒരു ഭാഷയുടെ ഫങ്ഷൻസ് ഏതൊക്കെയാണ് എന്ന് let me discuss very well. ഇത് പാരഗ്രാഫിന് ചോദിക്കാം ക്വസ്റ്റ്യൻസ്, 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. വാട്ട് ഈസ് എ ലാംഗ്വേജ്, വാട്ട് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് ലാംഗ്വേജ്, വാട്ട് ആർ ദ ഫങ്ഷൻ ഓഫ് ലാംഗ്വേജ്. ഇത് മൊത്തം ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ വരാം. പിന്നെ 2 മാർക്കിന്റെ വീതം അങ്ങനെയും ചോദിക്കാം. അപ്പൊ അതിനനുസരിച്ച് ആൻസർ എഴുതിയാൽ മതി. കൂട്ടിയും ചുരുക്കിയും നിങ്ങൾക്ക് ആൻസർ ഉള്ളാക്കാൻ പറ്റും. ഓക്കെ, വിട്ടേക്കും. അപ്പം ഇനി നമ്മളിപ്പോ ഫോണറ്റിക് വന്നു. ഫോണറ്റിക്കിലൂടെ ഉച്ചാരണം പഠിച്ചു. ഉച്ചാരണം പിന്നെ ഒരു ഭാഷയായി രൂപാന്തരപ്പെട്ടു. നമ്മളൊരു പ്രത്യേക ട്രാക്കിൽ കൂടെ പോണത് മനസ്സിലാക്കണം. ആ ട്രാക്ക് അറിയില്ല എങ്കിൽ നമുക്ക് ഈ ടെക്സ്റ്റ് മനസ്സിലാക്കാൻ കഴിയില്ല. പിന്നെ എന്താണ്, എവിടുന്നാ തുടങ്ങി ഓർമ്മയുണ്ടോ? നമുക്ക് ലിസണിങ് ഹാബിറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അതിന് കുറെ ആക്ടിവിറ്റീസ് പറഞ്ഞു. ആ ആക്ടിവിറ്റീസ് ഒക്കെ കുട്ടികളിലേക്ക് പകർന്നു നൽകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? ഒരു ഫോണറ്റിക് അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് വേണ്ടിയിരിക്കുന്നു. ആ ലാംഗ്വേജ് എവിടുന്നാണ് ജനിക്കുന്നത്? അതാണ് ഫോണറ്റിക്സ് പഠിച്ചത്. ഫോണറ്റിക്കിലൂടെ സംശുദ്ധിയുള്ള ഒരു ലാംഗ്വേജ് ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പൊ ലാംഗ്വേജ് പിറവിയെടുത്ത് ജനിച്ചു. അങ്ങനെ ജനിച്ച ലാംഗ്വേജിന്റെ ഫങ്ഷൻ എന്തൊക്കെയാണെന്നാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത ടോപ്പിക് ഇസ് വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്, കമ്മ്യൂണിക്കേഷൻ. അടുത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷൻ ആണ് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം. അപ്പം അതിലേക്കാണ് ഇനി പോകുന്നത്. അപ്പൊ അത് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുക ഇതിലൂടെ മാത്രമേ ഉള്ളൂ, ഒരു ലാംഗ്വേജിലൂടെ പറ്റൂ. അതുകൊണ്ടാണ് ലാംഗ്വേജ് ആദ്യം വന്നേ. ഇനി you have to understand what the term dealt with the communication. Communication means interact, deal, connect, link with the outside world. പുറലോകവുമായിട്ട് സംബന്ധിക്കണമെങ്കിൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. That means most of our waking time or are in the outside world, focused outside world. ബഹിർലോകവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ അധികവും. അപ്പൊ ആ ബഹിർലോകവുമായിട്ട് ഡീൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ലാംഗ്വേജ് വേണം. ആ ലാംഗ്വേജിലൂടെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്, ആശയവിനിമയം ചെയ്യുന്നത്. നോക്കൂ, കമ്മ്യൂണിക്കേഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് ഇൻഫർമേഷൻ, മെസ്സേജ്, കമാൻഡ്, നോളേജ്, ഇമോഷൻസ് ആർ ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ ഓർ എമംഗ് ഇൻഡിവിജ്വൽ ആൻഡ് ഇതവിടെ പ്രിന്റ് ചെയ്ത് മാഞ്ഞു പോയിട്ടുണ്ടല്ലോ. ഇൻഡിവിജ്വൽ കഴിഞ്ഞിട്ട് ഫോട്ടോസ്റ്റാറ്റ് ആവുന്നു. ഇമോഷൻ ആണോ? ഇമോഷൻ ഇതിൽ കാണുന്നില്ല. Print disappeared. So individual and emotion are through through among
സിസ്റ്റം ഓഫ് സൈൻ, സിമ്പൽ ഓർ ബിഹേവിയേഴ്സ്. നോക്കൂ, ഇവിടെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? 2 മാർക്കിന്റെ ചോദ്യം വെരി ഇമ്പോർട്ടന്റ്. നോക്കും, അത് ഇതിന്റെ ടെക്സ്റ്റിലെ അർത്ഥം ഒന്ന് നോക്കാം, എന്നിട്ട് ഞാൻ പറഞ്ഞു. കമ്മ്യൂണിക്കേഷൻ നമ്മൾ കേവലം വെറുതെ ഒരു വിനിമയം എന്ന് പറഞ്ഞതിനെ കൊണ്ടായില്ല. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക മെന്റോ ഇന്റലക്ച്വൽ പ്രോസസ് ആണ്. ഒരു പ്രത്യേക പ്രോസസ് എന്ന് പറഞ്ഞ മലയാളം ഒരു പ്രത്യേക രീതിയിലാണ് ബൈ വിച്ച് അതുവഴി, ആ പ്രത്യേക രീതി വഴി ഇൻഫർമേഷൻ, അറിവുകൾ, മെസ്സേജസ്, സന്ദേശങ്ങള്, കമാൻഡ്സ്, ആജ്ഞകള്, നോളേജ്, പരിജ്ഞാനങ്ങള്, ആൻഡ് ഇമോഷൻ, പരിജ്ഞാനങ്ങളും വികാരങ്ങളും ആർ ട്രാൻസ്ഫേർഡ്, ട്രാൻസ്ഫർ ചെയ്യുന്നു, പരിവർത്തനം ചെയ്യുന്നു, മാറ്റപ്പെടുന്നു. എങ്ങനെ? ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ. ഈ ബിറ്റ്വീൻ എവിടെ ഉപയോഗിക്കാം? ബിറ്റ്വീൻ എന്ന പ്രിപ്പോസിഷൻ എവിടെ ഉപയോഗിക്കാം? 2 വ്യക്തികൾ തമ്മിലാകുമ്പോൾ ബിറ്റ്വീൻ ഉപയോഗിക്കാം. ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ്, ബിറ്റ്വീൻ ദിസ് ഹൗസ് ആൻഡ് ദാറ്റ് ഹൗസ്. ഏതെങ്കിലും 2 വസ്തുക്കളെ കുറിച്ച് പറയുമ്പോഴാണ് ബിറ്റ്വീൻ ഉപയോഗിക്കുക പ്രിപ്പോസിഷൻ. പിന്നെ എമങ്ങോ? എമങ് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാം. ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഏതൊക്കെ അറിയില്ല. ഇന്ന്, അറ്റ്, ഓൺ, എബോ, ബിലോ, അണ്ടർ, അക്രോസ് എന്നൊക്കെ പറഞ്ഞ പ്രിപ്പോസിഷൻ ഉണ്ട്. അതിലെ പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞ ഗതി എന്നാണ്. ഒരു വെർബ് ആരോട് സംവദിക്കുന്നു എന്നുള്ളതാണ് പ്രിപ്പോസിഷൻ കാണിക്കുന്നത്. അപ്പം നമുക്ക് സമയമുണ്ടെങ്കിൽ എടുക്കും പ്രിപ്പോസിഷൻ. അപ്പൊ പ്രിപ്പോസിഷനിൽ വരുന്ന ഒന്നാണ് ബിറ്റ്വീനും എമങ്ങും. അപ്പൊ ഈ ബിറ്റ്വീൻ ഉപയോഗിക്കുന്നത് 2 വ്യക്തികളോ 2 വസ്തുക്കളോ തമ്മിലുള്ള ഇടയിൽ എന്ന് പറയുമ്പോഴാണ്. എന്നാൽ ഒരുപാട് വ്യക്തികളുടെ ഇടയിൽ എന്ന് പറയുമ്പോൾ എമങ് എന്ന് പറഞ്ഞ പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുക. അപ്പൊ എമങ് പീപ്പിൾ എന്നേ പറയാവൂ, ജനങ്ങളുടെ ഇടയിൽ. എമങ് ക്രൗഡ്സ് എന്നേ പറയാവൂ, ജനക്കൂട്ടങ്ങളുടെ ഇടയിൽ. എമങ് ഗേൾസ്, പെൺകുട്ടികളുടെ ഇടയിൽ. എമങ് ബോയ്സ് ഉപയോഗിക്കുന്നു. അപ്പം ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? 2 വ്യക്തികൾ തമ്മിലോ ഒരുപാട് വ്യക്തികളുടെ ഇടയിലോ വികാര വിചാരങ്ങളും സന്ദേശങ്ങളും ഒക്കെ എത്തിക്കണം. ആ എത്തിക്കുന്ന രീതിയെ, ആ പ്രോസസ്സിനെ ഇൻഡിവിജ്വൽ, വ്യക്തികളുടെ ഇടയിൽ, അപ്പൊ മാസ് ഓഫ് പീപ്പിള്, ഇൻഡിവിജ്വൽ ആൻഡ് ഇമോഷൻ, വികാരങ്ങള്. അവിടെയൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അത് ടൈപ്പ് ചെയ്തിട്ടുള്ള മിസ്റ്റേക്ക് ആണ്, സെന്റൻസ് മിസ്റ്റേക്ക് ഉണ്ട്. എമംഗ് ഇൻഡിവിജ്വൽസ്, അവിടെ എന്തോ ഒരു വേർഡുകൾ അവർ ഒഴിവാക്കിയിട്ടുണ്ട്. അതാണ് അവിടെ ഒരു കണക്ഷൻ വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു മെയിൻ ടെക്സ്റ്റ് ബുക്ക് ഒന്നും പ്രിന്റ് ഔട്ട് അവര് ടൈപ്പ് ചെയ്തെടുത്തപ്പോൾ ഒരുപാട് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഓർ എമംഗ് ഇൻഡിവിജ്വൽസ്, അല്ലെങ്കിൽ വ്യക്തികളുടെ ഇടയിലോ, അതുവരെ കുഴപ്പമില്ല. പിന്നെ പറയുന്നത് ആൻഡ് ഇമോഷൻസ് ആർ, ഇമോഷൻസ് ആണെങ്കിൽ ഇവിടെ എന്താന്ന് എനിക്കറിയില്ല. ഇമോഷൻസ്, വികാരങ്ങള് ആർ ത്രൂലൂടെ. അവിടെ ഒരു വേർഡ് വിട്ടുപോയിട്ടുണ്ട്, അതെന്താണെന്നാണ്. ഇമോഷൻസ് ആർ ത്രൂ among system. സിസ്റ്റം ഓഫ് സൈൻ. ഈ ഒരു പ്രത്യേക സിസ്റ്റം ഓഫ് സൈൻസ് ആണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഫോണറ്റിക് പഠിച്ചില്ലേ? സൈൻസ്, ചില അടയാളങ്ങളാണ് പിന്നെ അക്ഷരങ്ങളായി മാറുന്നത്. ചില സൈനുകൾ, സിമ്പൽ, സൈൻ മീൻ സിമ്പൽ. അവിടെ തന്നെ പറയുന്നത് സൈൻ, സിമ്പൽ ഓർ ബിഹേവിയേഴ്സ്. ചില ചിഹ്നങ്ങളോ പ്രതീകങ്ങളോ. സിമ്പൽ എന്ന പ്രതീകങ്ങള്, സൈൻസ് എന്ന ചിഹ്നങ്ങള്. ഇപ്പൊ കൂട്ടണം, കുറയ്ക്കണം. കൂട്ടണം എന്നുള്ള സൈൻ എങ്ങനെയാണ്? ഒരു ക്രോസ് ലൈൻ, ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ലൈൻ ഇട്ടാൽ നമുക്ക് ഒരു സൈൻ ഉണ്ടാക്കാൻ പറ്റും, അല്ലേ? അപ്പോ 9ന്റെയും 10ന്റെയും ഇടയിൽ ഒരു സൈൻ ഇട്ടു എന്ന് വിചാരിക്കാം. നല്ല ശ്രദ്ധിക്കണം, മനസ്സിലാവും. അപ്പോ എന്തുണ്ടാവും? അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. എന്താ? 10 കൂട്ടണം 2 എന്ന് നിങ്ങൾക്ക് വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ സൈൻ അല്ലേ ഉപയോഗിക്കുന്നത്, അല്ലേ? ഒരു സൈൻ അല്ലേ? നമ്മള് വാക്കിനെ കൊണ്ട് പറയില്ല ചിലപ്പോ. ഇപ്പൊ ടെക്സ്റ്റിൽ നിങ്ങൾ സൈനിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്, വരമൊഴിയുടെ.
അപ്പൊ വര വരുമ്പോഴാണ് ഒരു സൈൻ വരുന്നത്. കൂട്ടണം, കുറയ്ക്കണം, ഗുണിക്കണം, ഹരിക്കണം എന്നൊക്കെ സൈനുകൾ ഉണ്ട്. ഒരു വരട്ട് മുകളിൽ കുത്തും താഴെ കുത്തും ഡിവിഷൻ കാണിക്കണമെങ്കിൽ നമ്മൾ സൈൻ ഉപയോഗിക്കുന്നുണ്ട്. ആ സൈനിലൂടെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഏത് ടീച്ചർ? ഒരു മാത്തമാറ്റിക് ടീച്ചർ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് വിദ്യാർത്ഥികളോട് സൈൻ ഉപയോഗിച്ചിട്ടാണ്. ഇനിയോ സിമ്പൽ ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ നടത്തും. സിമ്പൽ എന്ന് പറഞ്ഞാൽ എന്താ? പ്രതീകങ്ങൾ. ഇപ്പൊ നിങ്ങൾ ഒരു വാഹനം വിട്ടു പോകുമ്പോൾ ഡ്രൈവിംഗ് പഠിച്ചൊരു വ്യക്തിക്കാണെങ്കിൽ ഒരു സർക്കിൾ ജംഗ്ഷനിൽ എത്തുമ്പോൾ അവിടെ കുറെ സിമ്പലുകൾ വെച്ചിട്ടുണ്ടാവും, ആരോ മാർക്കുകൾ മുതലായ സിമ്പൽസുകൾ. ആ സിമ്പൽ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്, പ്രോസസ് ആണ്. അത് കാണുമ്പോൾ ഒരു സ്കൂൾ കുട്ടി ഓടുന്ന ഒരു സിമ്പൽ കണ്ടു, അപ്പൊ അവിടെ വണ്ടി സ്ലോയിൽ പോകണം, വിദ്യാർത്ഥികളുണ്ട് എന്ന സിമ്പൽ വഴിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാണ്ട് ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു തരുന്നുണ്ടോ ഇവിടെ അടുത്ത് സ്കൂൾ ഉണ്ടെന്ന്? ഇല്ല. അവിടെ ഒരു സിമ്പൽ വഴിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ ബിഹേവിയർ, ചില ആൾക്കാരുടെ ചേഷ്ടകൾ. ഇവിടെ ബിഹേവിയർ എന്ന ചേഷ്ടകൾ നിൽക്കണം. ചിലരൊക്കെ വായ കൊണ്ട് ചേഷ്ടകൾ കാണിക്കും, കൈ കൊണ്ട് കാണിക്കും. ഇപ്പൊ മുമ്പിൽ പോകുന്ന ഒരു ബസ് പുറകിൽ വരുന്ന ഒരു ബസ്സിനോട് അനുവാദം കൊടുക്കുമ്പോൾ കൈ പുറത്തേക്ക് ഇട്ടിട്ട് ഒരു ബിഹേവിയർ കാണിക്കാറുണ്ട്, ചേഷ്ടകൾ, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു പ്രത്യേക വികാരങ്ങളാണ്. അത് വ്യക്തികളുടെ ഇടയിലോ രണ്ട് വ്യക്തികൾക്ക് തമ്മിലോ മാറ്റം ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോ how can you give the short answer? What do you mean by communication? Communication is nothing but it is a mental-intellectual process by which all information messages will be transformed from active communicator to passive communicator, or from passive communicator to active communicator. It may be either using sign, or it may be by using symbol, or it may be by using behavior. Whatever it may be, here what is happening actually transforming something from one person to another. That is the basis. So what do you mean by communication? How many you try 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ അത് മാത്രമേ എഴുതൂ. Communication is a mental-intellectual process. Communication is a മാനസികമായ മനസ്സാണ്. intellectual ബുദ്ധിപരമായ intellectual process by which all information, messages, commands, knowledge, emotion information, knowledge will be exchanged between two persons, or among groups, or among groups by using, or among groups by using signs, SIGNS അടയാളം, by using signs, symbols, or different behaviors, Yes. There is a short answer for the communication, definition of communication.
then define communication അത് പഠിച്ചു കഴിഞ്ഞാൽ മതി. Then next അടുത്ത go through the textbook. വീണ്ടും textbook. Man is a social being. Textbook പോട്ടോ ആദ്യം. Man is a social being and communication is very important to him. Then the development of society is mainly due to communication. The efficiency of the means and technique of communication adopted determine the speed of development of society. So, it is a means of gathering and transferring knowledge, ideas, feeling, emotion. അത് വിടണ്ട. Are exchanged between. ഇവിടെയാണ് ഞാൻ ഉപയോഗിച്ച വാക്ക് ഉപയോഗിച്ചത്. Exchanged between. ഞങ്ങൾക്ക് എഴുതുമ്പോൾ ഉപയോഗിച്ച term exchanged. Two person or through some media. അല്ലെങ്കിൽ ചില ഗ്രൂപ്പ് ഓർ മീഡിയ. ഇനി ഇതിന്റെ അർത്ഥം നോക്കും. Man is a social being. Do you have any doubt? മനുഷ്യൻ ഒരു സോഷ്യൽ ബീയിങ് ആണ് അല്ലേ? ഹ്യൂമൻ ബീയിങ്, സോഷ്യൽ ബീയിങ് എന്നൊക്കെ പറയാറുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, man is a human being. മനുഷ്യൻ not an animal being, not a bird being, not an fish being. ബീയിങ് മാത്രം എടുക്കുമ്പോൾ എന്താർത്ഥം? ജാലങ്ങൾ എന്ന് നടത്തുന്ന ജനിച്ചത് ജന്തു. അപ്പൊ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാമാജിക മൃഗമാണ്, സാമാജിക വർഗമാണ്. സമൂഹത്തിൽ വർത്തിക്കുന്നതുകൊണ്ടാണ് മനുഷ്യനെ സോഷ്യൽ ബീയിങ് എന്ന് പറയുന്നത്. മാനുഷ്യത വെച്ച് പുലർത്തുന്നതുകൊണ്ടാണ് ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത്. മൃഗങ്ങൾക്ക് ഇല്ലാത്തതാണ് ഹ്യൂമാനിറ്റി, ഹ്യൂമൻ ബീയിങ്സ്. അത് എവിടുന്നാ വരുന്നത്? മനുഷ്യനെ നമ്മുടെ ഇന്നർ ഡയമെൻഷൻ ഉണ്ട് അല്ലെ? നമുക്ക് രണ്ട് ഡയമെൻഷൻ ഉണ്ട്. ഒന്ന് ഔട്ടർ ഡയമെൻഷനും ഇന്നർ ഡയമെൻഷനും. ചിന്തിക്കണേ, ഇന്നർ ഡയമെൻഷനിലാണ് നമുക്ക് എന്തൊക്കെ വരുന്നത്? മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം ഇതൊക്കെ വരുന്നത്. മൈൻഡ്, ഇന്റലിജൻസ്, ഈഗോ ആൻഡ് ലാസ്റ്റ് കോൺഷ്യസ്നസ്, ബോധം. അപ്പം നമുക്ക് ബോധം ആണ് നമ്മുടെ ഏറ്റവും അടിയിൽ കിടക്കുന്ന കാര്യം. കോൺഷ്യസ്നസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. കോൺഷ്യസ്നസ്. വാട്ട് ആക്ടിവേറ്റ് ആൻഡ് ആനിമേറ്റ് യുവർ ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒത്തിരി വലിയ കാര്യങ്ങൾ അതിൽ ഷോർട്ടാക്കി കൊണ്ടുവന്നു. ഒരു മനുഷ്യനെ ആക്ടിവേറ്റ് ആനിമേറ്റ് ആക്കുന്നത്, ദാറ്റ് മീൻസ് യു ഹാവ് എ ബോഡി ബട്ട് യു ആർ നോട്ട് ബോഡി. നിങ്ങൾക്ക് ശരീരമുണ്ട്. But if I may ask, are you body? No, you are not body. That's what you are actually. നിങ്ങൾക്ക് ശരീരമുണ്ട്, പക്ഷെ ശരീരമാണോ നിങ്ങളെന്ന് ചോദിച്ചാൽ ആൻസർ അല്ല എന്നാണ്. ബിക്കോസ് ഹ്യൂമൻ ബോഡി ഈസ് എൻ അഗ്രിഗേറ്റ് ഓഫ് മാറ്റർ എനർജി. മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ദ്രവ്യം, ഊർജം ഇതിന്റെ അഗ്രവേറ്റ് ആണ്, ആകെ കൂടിയതാണ്. ബോഡി ഇറ്റ് ഈസ് എൻ അഗ്രവേറ്റ് ഓഫ് മാറ്റർ എനർജി. But that does not constitute you. That does not constitute you. Matter body. A matter body alla inert ആണ്. What's the meaning of inert? അല്ലെങ്കിൽ matter energy. Inert എന്ന് പറഞ്ഞാൽ INERT. Inert means ജഡം, വികാരങ്ങളില്ലാതെ ജഡരൂപമാണ് inert. INERT ആണ് സെനിബേർഡ് പറയും. So your body is inert. That means അത് ശിവമല്ല, അത് ശവമാണ്. ശിവം, ശവം ഒന്നിന്റെ വിപരീതമാണ്. അപ്പൊ നിങ്ങളുടെ ഇനേർട്ട് ബോഡിയെ ആക്ടിവേറ്റ് ആനിമേറ്റ് ആക്കുന്നത് ഒരു കോൺഷ്യസ്നെസ് ആണ്, നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു സുബോധം. അപ്പൊ ആ ബോധമാണ് ആക്ച്വലി വാട്ട് യു ആർ റെഫേർഡ് ടു ആസ് ഐ. ഞാൻ എന്ന് പറയുന്നത് ആ ബോധത്തെയാണ്.
ആ കോൺഷ്യസ്നെസ് ആണ്. ഇൻ ഇംഗ്ലീഷ് വി മേ സേ കോൺഷ്യസ്നെസ്. സോ കോൺഷ്യസ്നെസ് ആക്ടിവേറ്റ് ആനിമേറ്റ് യുവർ ego, and ego will be animated, then your five senses will be animated, and when your five senses is animated, you know that I am here. അപ്പോഴാണ് നിങ്ങൾ അറിയുന്നത് ഞാൻ ഇവിടെ ഉണ്ടെന്ന്. ഞാൻ എന്ന വ്യക്തിബോധം നിങ്ങൾക്ക് ഉണ്ടാവുന്നത് നിങ്ങളുടെ ഇന്നർ ഡയമെൻഷനായ മനസ്സ്, ബുദ്ധി, അതുപോലെ സുബോധം, ആ ബോധം ഉണ്ടാവണം. അങ്ങനെ അത് ആ ഇത് മൃഗങ്ങൾക്ക് ഇല്ല. ഏത്? ഈ ഇന്നർ ഡയമെൻഷൻ. അപ്പൊ ഈ ഇന്നർ ഡയമെൻഷനുള്ള ജന്തുക്കളെയാണ് നമ്മൾ മനുഷ്യർ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് സോ സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. അപ്പൊ അവിടെ നമുക്കൊരു പേര് വരും ഹ്യൂമൻ ബീങ്സ് എന്ന്. ആ ഹ്യൂമൻ ബീങ്സ് സമാജത്തിൽ വർത്തിക്കുമ്പോൾ അവന് വേറെ പേരിട്ട് കൊടുക്കും, സോഷ്യൽ ബീങ് എന്ന്. സമൂഹത്തിൽ വർത്തിക്കുമ്പോൾ യു ആർ ആൾ ഇൻ എ സൊസൈറ്റി. ദാറ്റ് മീൻസ് a single person cannot become a societal life. There will be some members. That members are to be what may called the family. Some families will constitute what? A society. ആദ്യം ഒരു വ്യക്തിയാണ്. കുറെ വ്യക്തികൾ കുടുംബം, ഒരു കുടുംബങ്ങൾ കുറെ കുടുംബം ഒരു സമാജമായി വരും. ആ സമാജത്തില് നമുക്ക് എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫോർമേഷൻ ചെയ്യണം. ബൈ വിച്ച് ഇൻഫർമേഷൻ. അപ്പൊ അവിടെ പറയുന്നത് നമ്മൾ മനുഷ്യര് സാമാജിക മൃഗമായതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അവന്. അത് പറയാനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ സൊസൈറ്റൽ പ്രകൃതമായതുകൊണ്ടേ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യണ്ടേ, വേണ്ടേ? ഇപ്പൊ ഹന്ന has a baby in her hand. So why? Because she is too attached with that baby, and she may have to communicate many things that baby. So that is very important. ആ ബേബിയോട് അവൾക്ക് ഇന്നത് ചെയ്യേ എന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ നടന്നേ പറ്റൂ ബിറ്റ്വീൻ ദാറ്റ് ബേബി ആൻഡ് ഹന്ന. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ സോഷ്യൽ ബീയിങ് ആയതുകൊണ്ടാണ്, സാമാജിക ജീവി ആയതുകൊണ്ടാണ്. അപ്പൊ നീ ഒക്കത്ത് വെക്കുന്ന പോലെ ഒരു പക്ഷേ മൃഗങ്ങൾ ചെയ്തോണമെന്നില്ല. കാരണം അത് സൊസൈറ്റൽ വ്യൂ ഇല്ല അവർക്ക്, മനസ്സിലായല്ലോ? അപ്പൊ അവിടെ സോഷ്യൽ ബീയിങ് ആണ് എന്നുള്ളത് കൊണ്ട് കമ്മ്യൂണിക്കേഷൻ വളരെ പരമപ്രധാനമാണ്. കമ്മ്യൂണിക്കേഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. ആർക്ക്? മനുഷ്യർക്ക്. പക്ഷെ ഇവിടെ ചോദ്യം വരാം, ഈ ഹ്യൂമൻ ബീങ്സ് അല്ലാതെ മനുഷ്യരല്ലാത്ത ബീങ്സ് ഉണ്ടല്ലോ, ജന്തുക്കളൊക്കെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നില്ലേ? ഇല്ലേ? അവർ ആശയവിനിമയം നടത്തുന്നില്ലേ? മ്യൂട്ട് ലാംഗ്വേജ് ആണ് മാത്രം, ഫൊണറ്റിക് ഇല്ല. അവരൊരു മ്യൂട്ടിന്റെ മലയാളം എന്താണ്? ബദിര ലാംഗ്വേജ് എന്താ പറയാ, മൂക ലാംഗ്വേജ്. അപ്പൊ ഒരു മൂകമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് അതെന്താവും ഒന്നുകിൽ നോട്ടത്തിലൂടെ ആവാം. ഒരു പട്ടി അതിന് പട്ടിക്കുട്ടിയോട് സംവദിക്കുന്നത് ഒരു നോട്ടം വഴിയാവാം. ആ നോട്ടത്തിലൂടെ പട്ടിക്കുട്ടിക്ക് അറിയും എന്താണ് എൻ്റെ അമ്മ പട്ടി ഉദ്ദേശിക്കുന്നത്. നമ്മൾ നോട്ടത്തിലൂടെ കുട്ടികളെ പറഞ്ഞ വല്ല കാര്യമില്ല, ഒരു കാര്യമില്ല. അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ, അത് റിസീവ് ചെയ്യാൻ കഴിയില്ല. അത് ഞാൻ ഒരിക്കൽ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ഈ ചില ജന്തുക്കളൊക്കെ നമ്മളെക്കാൾ ഒരുപാട് കമ്മ്യൂണിക്കേഷനിൽ ദൂരെ നിൽക്കുന്നവരാണ്. പക്ഷെ നമുക്കൊരു ധാരണ നമ്മൾ അത്ര കമ്മ്യൂണിക്കേഷൻ പവർ ജന്തുക്കൾക്ക് ഇല്ലാന്ന്. അല്ല, ചില ജന്തുക്കൾക്കൊക്കെ, ഇപ്പൊ എറുമ്പുകളൊക്കെ കൂട്ടമായി പോകുന്നത് കാണാൻ നമുക്ക്. അത് ഏത് ഭാഷയെ പറഞ്ഞു കൊടുത്തിട്ട് അവരങ്ങനെ പോണ്. സ്കൂൾ ടീച്ചർമാര് കുട്ടികളെ പിന്നെ വരിക്കി കൊണ്ടുപോകുന്നത് കണ്ടില്ലേ? എന്തൊക്കെ വടിയും കുന്തും എടുത്തിട്ടാ പോണ്. കാരണം അങ്ങോട്ട് നടക്ക് ഇങ്ങോട്ട് നടക്ക് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടില്ലേ പോണ്. പക്ഷെ ഒരു എറുമ്പിന്റെ കൂട്ടത്തിൽ മറ്റേ എറുമ്പിന് പറഞ്ഞു കൊടുക്കണം. അവർ പറയുന്നുണ്ട്, പക്ഷെ അവരുടെ ലാംഗ്വേജ് നമുക്ക് അറിയില്ല. അതും അപ്പൊ അതിന്റെ അർത്ഥം അവർ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നാണോ? അല്ല, അവർക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പക്ഷെ അതൊന്നുകൂടെ സ്മെല്ലിലൂടെ ആവാം, അല്ലെങ്കിൽ മ്യൂട്ടിലൂടെ ആവാം. അപ്പൊ അവരുടെ ആ കഴിവൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ ഒരു തരി പഞ്ചസാര അല്ലെങ്കിൽ ഒരു മധുര വസ്തു എവിടെയെങ്കിലും ഒന്ന് വെച്ച് നോക്കൂ, എത്ര ദൂരത്തുനിന്നാണ് എറുമ്പ് വരുന്നത്. എന്ത് വാട്സപ്പ് മെസ്സേജ് കിട്ടിയിട്ടാണ് എറുമ്പ് വേഗം അവിടേക്ക് എത്തുന്നത്? അതിന് വല്ല മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ?
കമ്മ്യൂണിക്കേഷന് ഇല്ല. പക്ഷെ അവിടെ എത്തും. അപ്പൊ അവരാണോ നമ്മളാണോ മിടുക്കന്മാര്? നമുക്ക് ബാറ്ററി അല്ല മൊബൈൽ ഫോൺ ചാർജ് ചെയ്യണം, പൈസ എത്രയാ പോണ അല്ലേ? എറുമ്പുകൾക്ക് അതൊന്നുമില്ല. അപ്പൊ നമ്മളെക്കാൾ എത്രയോ ശ്രേഷ്ഠന്മാരാണ് അവര്. പിന്നെ ഒരിക്കലും ഞാൻ പറഞ്ഞു, 450 കിലോമീറ്റർ ദൂരെ കിടക്കുന്ന ഒരു ആൺ തിമിംഗലത്തിന് തന്റെ പെൺ തിമിംഗലം എവിടെയാ കിടക്കുന്നത് എന്ന മെസ്സേജ് വാട്സപ്പിലൂടെ അല്ല, അത്രയും ദൂരത്ത് അവർ കറക്റ്റ് ഫോക്കസ് പോയിന്റിൽ എത്തും തന്റെ ഭർത്താവിന്റെ അടുത്തേക്ക്. അപ്പോ അവിടെയും കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. പക്ഷെ നമ്മുടെ രീതി അല്ല. പക്ഷെ നമുക്കൊരു അഹംഭാവം ഉണ്ട്, നമുക്കാണ് ഇവരിൽ ഏറ്റവും ശ്രേഷ്ഠം. ഒരു അരയന്നം പാല് കുടിക്കുന്നത് പോലെ എന്ന് ഈ ഗ്രന്ഥങ്ങളിലൊക്കെ പറയാറുണ്ട്. കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഭഗവത്ഗീതയിലൊക്കെ ഉണ്ട് ധാരാളം. ചില ദൃഷ്ടാന്തം പറയുമ്പോ അരയന്നം പാല് കുടിക്കുന്നത് നോക്കിയിരുന്നോ? ഇല്ല ഇല്ല, നമ്മൾ അരയന്നത്തിന് തന്നെ കണ്ടിട്ടില്ല, പിന്നെ ഇതിന്റെ പാല് കുടിക്കുന്നില്ല. ഒരരയന്നത്തില് പിന്നെ കുറച്ച് പാല് ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്താല് അത് ഉറിഞ്ചി കുടിക്കും. പക്ഷെ ഉറിഞ്ചി കുടിക്കുമ്പോ എന്താ ചെയ്യുന്നത്? അതിന്റെ ഈ കൊക്കിന്റെ ഒരു സൈഡിൽ കൂടെ വെള്ളം പുറത്തേക്ക് പോകും. പാലിലടങ്ങിയ വെള്ളം അത് കുടിക്കുന്ന സമയത്ത് പുറത്തേക്ക് തട്ടും. പാലിന്റെ കട്ടി മാത്രമേ ഉള്ളിലേക്ക് സ്വീകരിക്കുള്ളൂ. അരയന്നം. നമുക്കുണ്ടോ കഴിവ്? നമ്മൾ പാല് കുടിക്കുമ്പോൾ അകത്ത് ചെന്നിട്ടല്ലേ പാലിന്റെ കണ്ടന്റ് ശരീരാകിരണം ചെയ്യുന്നത്. പക്ഷെ ഒരു അരയന്നം പാല് കുടിക്കുമ്പോൾ തന്നെ അതിന്റെ ചുണ്ടിലൂടെ 2 ഭാഗത്തു കൂടി വെള്ളം ഇങ്ങനെ പുറത്തേക്ക് പോകും. പാലിന്റെ കണ്ടന്റ് മാത്രം ഉള്ളിലേക്ക് സ്വീകരിക്കും. അപ്പൊ ആ അരയന്നത്തിന്റെ കഴിവിന്റെ 1% നമുക്കുണ്ടോ? ഇല്ല, കഴിവില്ല. അതാണ് നമ്മള് ദൃഷ്ടാന്തം നോക്കണം എന്ന് ഖുറാനിലൊക്കെ പറയുന്നതാണ്. അല്ലെങ്കിൽ അപ്പോ ഓരോ ദൃഷ്ടാന്തം ശ്രദ്ധിക്കുന്നതിന് കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പം മനസ്സിലാവും. പക്ഷെ നമ്മൾക്ക് ഇതൊക്കെ സഹായം വേണം. എന്നാൽ നമ്മൾ അഹംഭവിക്കുകയും ചെയ്യും, നമ്മളാണ് കേമന്മാരെന്ന്. അപ്പോ മനുഷ്യൻ സോഷ്യൽ ബീയിങ് ആണ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ് അവന്. അപ്പോ ഞാൻ പറഞ്ഞ മറ്റു ചിന്ത വെക്കണം. ആനിമൽ ബീങ്സിനെ ഇത് ഇത്ര ഇമ്പോർട്ടന്റ്. ഒരു മൃഗം ചിലപ്പോ, ഒരു എറുമ്പ് നിങ്ങളോട് പറഞ്ഞേക്കാം, എന്തിനാ നിങ്ങൾ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യണമെന്ന്? ഞങ്ങൾ ഇതൊന്നും ഇല്ലാതെ ആശയവിനിമയം നടത്തുന്നില്ലേ? ഇല്ലേ? ഈ ചില നാട്ടിലൊക്കെ ഒരു പക്ഷിയുണ്ട്, അതിനെന്താ വിളിക്കുന്നത്? ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്താ, കാലം കോഴി, കുറ്റിച്ചൂടാനോ അങ്ങനെ എന്താ പേര് വിളിക്കും? നിങ്ങളുടെ നാട്ടിലുണ്ടോ എനിക്കറിയില്ല. അല്ലേ, ഒരു പക്ഷി. അത് ചില രാത്രിയിൽ ഒരു പ്രത്യേക അപശബ്ദം ഉണ്ടാക്കും. അപ്പോ ഹിന്ദുക്കളൊക്കെ ചിലർ വിശ്വസിക്കുന്നത് അതെന്താ കാലം പക്ഷിയാണെന്ന്. അത് വിളിച്ച അങ്ങനെ ഒച്ച ഉണ്ടാക്കിയാല് അടുത്താരെങ്കിലും മരണം സംഭവിക്കുമെന്നൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാകുന്നുണ്ട് ഇവിടെ ചില ഗ്രാമപ്രദേശത്ത്. പക്ഷെ സത്യം പറഞ്ഞ അതല്ല. അത് അതിന്റെ ആൺപക്ഷി പെൺപക്ഷിയെ വിളിക്കുന്ന കമ്മ്യൂണിക്കേഷനാണ്. ഞാനത് കേൾക്കുമ്പോ ഇതാണ് ഓർക്കാറ്. കമ്മ്യൂണിക്കേറ്റിംഗ്, ഞാൻ ഇവിടെ ഉണ്ട് എന്ന് ആ പക്ഷി അതിന്റെ ഫീമെയിൽ ബേർഡിനോട് പറയുകയാണ്. അപ്പൊ ആ ഫീമെയിൽ ബേർഡ് ഇങ്ങോട്ടൊരു മറുപടി കൊടുക്കാറുണ്ട്. അത് വേറെ ലാംഗ്വേജിലാണ്. കേൾക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കും. അപ്പൊ അവിടെ അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. ഇനി ഇവിടെ എന്താ പറയുന്നത്? ദ ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി, ഒരു സമാജത്തിന്റെ വികസനം എപ്പോഴും കമ്മ്യൂണിക്കേഷനിലാണ്. മെയിൻലി ഡ്യൂ ടു എന്തുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. അപ്പം ദി ഇമ്പോർട്ടൻസ് ഓഫ് ലാംഗ്വേജ് ആണ്, അല്ല ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയി പറയുന്നത് കേട്ടോ. അതായത് ആശയവിനിമയം നടത്തിയിട്ടില്ല എങ്കിൽ സമാജം വികസിക്കുകയോ ഇല്ല. ആശയവിനിമയം നല്ലതാണ്. പക്ഷെ ഇന്നലെ 2 ദിവസം മുമ്പേ പത്രവും ന്യൂസൊക്കെ കേൾക്കുമ്പോ നമുക്ക് വളരെ ലജ്ജകരമായ തോന്നലുണ്ടാവുന്നു. എന്താ, സമാജത്തില് വലിയൊരു പങ്കാണ് ഞങ്ങൾക്ക് ഗുരുനാഥന്മാർക്കുള്ളത്, അല്ലെ, അല്ലെങ്കിൽ ടീച്ചേഴ്സിനുള്ളത്. ആർക്കും ഫില്ല് ചെയ്യാൻ പറ്റാത്തൊരു പങ്കാണ്. എന്നിരിക്കെ സം ലേഡി ടീച്ചേഴ്സ് MDMA വിൽക്കണം. നിങ്ങൾക്ക് ഇനി സത്യം പറഞ്ഞ ടീച്ചർമാരെ കുപ്പായിടാൻ മടിയാ, അല്ലെ? ചളിത്തൊരു ചാക ധരിക്കുമെന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഏതൊക്കെയോ കുറെ ലേഡി ടീച്ചേഴ്സ്, അവർ മെയിൻ ചീഫ് ടീച്ചിങ് അല്ല, കമ്മ്യൂണിക്കേഷൻ അല്ല, ആക്ടിവിറ്റിയാണ്. എന്താ ആക്ടിവിറ്റി? പൈസ ഉണ്ടാക്കുക. ഇതൊന്നും വലിയ തുടങ്ങിയൊന്നല്ല കേട്ടോ. കാരണം ഈ ഹോസ്റ്റൽ ലൈഫിലൊക്കെ പണ്ട് ഇഷ്ടമാരി ഉണ്ട്. ഇതൊക്കെ നമ്മളതിനെ വിമർശിക്കണം. നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റും.
കാരണം ഇന്ന് ടീച്ചേഴ്സ് ഒന്നും ടീച്ചേഴ്സ് അല്ല, സ്റ്റുഡൻസ് ഒന്നും സ്റ്റുഡൻസും അല്ല. അതും പറയാലോ. സ്റ്റുഡൻസ് ആർ നോട്ട് സ്റ്റുഡൻസ് ഭാഗം, വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി ഭാവത്തിലല്ല. ഇന്നലെ ഞാൻ ഇപ്പൊ കുറെ തെറി പറഞ്ഞില്ല, സത്യം പറഞ്ഞ അല്ലെ, തെറിയല്ല എന്റെ രീതി. അപ്പൊ കേൾക്കണവർക്ക് ചിലപ്പോൾ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല, ഇഷ്ടപ്പെട്ടാലില്ലെങ്കിൽ ഞാൻ എന്റെ രീതിയുണ്ട്, ഞാൻ പറയും. അപ്പം ഇവിടെ അത് പണ്ടത്തെ ടീച്ചേഴ്സ് ഒക്കെ അങ്ങനെയാണ്, നന്നായി, ഞാനൊക്കെ നന്നായി കേട്ടിട്ട് തന്നെ വന്നിട്ടുള്ളത്, ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ എത്താനും കാരണം. അപ്പോ അതൊക്കെ പോയി, ആ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒക്കെ പോയി. എന്റെ ഈ കയ്യിൽ ഇവിടെ എപ്പോഴും നിങ്ങൾക്ക് നോക്കിയാൽ കാണും, ഒരു പാടുണ്ട് എന്റെ ഇങ്ങനെ പിടിച്ചിട്ട്, വെദർ യു കുഡ് സീ ഓർ നോട്ട്, യു കാൻ സീ ദ ഹിയർ സ്ക്രാച്ച്. ഇതൊരു ടീച്ചർ തല്ലിയത്, അന്നൊക്കെ അടിക്കുന്ന ഇങ്ങനെ പിടിച്ചിട്ട് അടിക്കുന്നു, ഇങ്ങനെ മലത്തിയിട്ടല്ല. ഇന്ന് നിങ്ങൾ തല്ലി നിങ്ങൾ സംഭവിക്കും, നിങ്ങൾ ചെല്ലില്ലേ ഇംഗ്ലാ വിളിച്ചിട്ട് ഇല്ലേ? കാരണം കൈ ഇങ്ങനെ മതി പിടിച്ച് ചൂരിലുകൊണ്ട് അടിച്ചിട്ട് ഒരു മുറി വന്നു. അത് തുന്നിയ പാടത ഇപ്പോഴും ഐ വിൽ നോട്ട് അല്ല നോണ പറയില്ല, യു സി കുടിക്കാൻ സീല്ല. അപ്പോ അങ്ങനെ കിട്ടിയിട്ടുണ്ട് ധാരാളം. എന്ന് വെച്ചിട്ട് ആ ടീച്ചർ എന്ന് കാണുമ്പോഴും നമുക്കാണെങ്കിൽ എന്നില്ലട്ടോ, ഉണ്ടെങ്കിൽ നമുക്ക് ബഹുമാനല്ലേ. അപ്പൊ നമ്മൾ അടി കിട്ടിയിട്ട് എന്താ ചെയ്യുന്നത്? നമ്മളതേ അവിടെ അന്ന് ആ കാലത്ത് ഒരു ഉസ്മാൻ ഡോക്ടർ എന്ന് പറഞ്ഞ ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടറെ അടുത്ത് പോയി കൊണ്ട് തുന്നിക്ക് മരുന്നൊക്കെ. ഇത് അതിന് പൈസ കൊടുത്ത് ആരാറിയോ തല്ലി മാറുന്നേ, അതാണ് ചോദ്യം. അപ്പോ നമ്മള് ചിന്തിക്കണം, അപ്പൊ വേറെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയി ആ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി മുറിവൊക്കെ ബാൻഡേജ് ചെയ്ത് മാത്രമേ ചായ വാങ്ങി തന്നു. അപ്പോ നമുക്ക് അവിടെ ഒരു നേട്ടം കിട്ടിയ, ഒരു അടി കിട്ടിയാലും എന്ത് ചായ കിട്ടിയല്ലോ. അങ്ങനെ ചിന്തിക്കുക അന്നത്തെ തലമുറ. ഇന്നാണെങ്കിലോ, ഇന്ന് പാരന്റ്സ് ചെല്ലുമെങ്കിലോ വിളിച്ചിട്ട്, ഇപ്പൊ കാണുന്നില്ലേ, ആ അടി കിട്ടേണ്ട പോലെ കിട്ടാത്തോണ്ട് തന്നെയാണ് ഈ സ്റ്റുഡൻസ് ഒക്കെ സ്റ്റുഡൻസ് ആവാത്തതിന്റെ കാരണം. പിന്നെ ഇത് ടീച്ചേഴ്സ്മാരോടാകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. നാളെ നിങ്ങളും എം ഡി എ വിൽക്കാൻ പോകരുത്, മനസ്സിലായി? എം ഡി എം എന്താണ് സാധനം. അപ്പം അത് പറയാൻ പറ്റില്ലെന്നേ, കാരണം അങ്ങനത്തെ കാലഘട്ടമായി. അത് ആലോചിച്ചു, ഞാൻ 2-3 ദിവസമായിട്ട് എന്നെ അലട്ടുന്ന വല്ലാത്ത, നമ്മളിങ്ങനെ വളരെ വലിയ തത്വാദർശം അതൊക്കെ പറഞ്ഞ് മക്കളെ പഠിപ്പിച്ചുണ്ടാക്കുന്ന ഭാഗത്ത് അപ്പുറത്ത് കുറച്ച് ആൾക്കാർ ഇരുന്ന് വിൽക്കുക കഞ്ചാവും മയക്കുമരുന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈസ് ഇറ്റ് ദ ഡ്യൂട്ടി ഓഫ് എ ടീച്ചർ? ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഷെയിം ഫോർ ആൾ ടീച്ചേഴ്സ് എന്നുള്ളത്. അപ്പം അവരെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ്, നോട്ട് കമ്മ്യൂണിക്കേഷൻ ഓഫ് നോളേജ്, ബട്ട് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഹൗ ടു സെൽ നാർക്കോട്ടിക് ഐറ്റംസ്. അപ്പം പിന്നെ എങ്ങനെയാ നമ്മുടെ സമാജം നിൽക്കുക? അപ്പൊ സമാജം കീഴ്പ്പെട്ടു പോകാനും, സമാജം നേരത്തെ പറഞ്ഞല്ലോ സമാജത്തിന്റെ ഉന്നമനം കമ്മ്യൂണിക്കേഷനിലാണെന്ന്. അപ്പൊ ടീച്ചർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, എന്ത് കുട്ടാ, നല്ല സാധനം അവിടെ കിട്ടും കേട്ടോ, എവിടെ, അവിടുന്ന് വാങ്ങിയാൽ മതി, ടീച്ചർ പറഞ്ഞു എന്ന് പറഞ്ഞോളാ എന്ന് പറയും. ഇത് ഞാൻ ഇന്നുകൂടി പത്രത്തിൽ വായിച്ചതാ. അപ്പോ അവിടെ പറയുന്നു, അപ്പോ സൊസൈറ്റിയുടെ ഉന്നമനത്തിന് കമ്മ്യൂണിക്കേഷൻ പ്രധാനമാണ്. ഇതന്നെ അടുത്ത് നോക്കും, ഇതൊക്കെ ഒരുപാട് എഫിഷ്യൻസി ഓഫ് കാര്യക്ഷമത, ദ എഫിഷ്യൻസി ഓഫ് ദ മീൻസ്, മാധ്യമം, ടെക്നിക്ക്, കമ്മ്യൂണിക്കേഷൻ അല്ലേ? കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നതിന്റെ കാര്യക്ഷമതയും ടെക്നിക്കും, അതിന്റെ ഏത് ടെക്നിക്ക് ഉപയോഗിക്കണം, അതിന്റെ മാധ്യമം. ഇന്നിപ്പോ കമ്മ്യൂണിക്കേഷൻ മാധ്യമത്തിന് പഞ്ചൊന്നുമില്ല, ഉണ്ടോ? ഇപ്പൊ AI വന്നു, മൊബൈൽ ഫോണിൽ കൂടെ എന്തൊക്കെ ഇൻഫർമേഷൻ, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ഇൻഫർമേഷൻ നിങ്ങളെ മക്കൾക്ക് അറിയും. അതിന്റെ മീൻസ് ഒക്കെ മാറി, മീൻസ് ഇവിടെ അർത്ഥം മാധ്യമം. പണ്ട് എന്ത് ചെയ്യുന്നു, രാജാക്കന്മാരൊക്കെ എങ്ങനെയാ, എന്ത് മീൻസ് ഉപയോഗിച്ചാ കമ്മ്യൂണിക്കേഷൻ ചെയ്തിരുന്നത്? പ്രാവിനെയൊക്കെ ഉപയോഗിച്ചിട്ട് അല്ലെ? പ്രാവിന്റെ കാലില് ലവ് ലെറ്റർ എഴുതിയിട്ട് കെട്ടിയിട്ട് വിടുക രാജ്ഞി, എവിടെയോ ഉള്ള രാജകുമാരൻ, അങ്ങനെ പ്രത്യേകം ട്രെയിൻ ചെയ്തെടുക്കും പ്രാക്കളെ, ബന്ധുക്കളൊക്കെ. അപ്പോ അതാണ് മേഘസന്ദേശം. കേട്ടില്ലേ നിങ്ങള് കുമാരനാശന്റെ കവിതയിലൊക്കെ പറയുന്നു, മേഘത്തെയാണ് സന്ദേശത്തിന് ഉപയോഗിച്ചിരുന്നെന്ന്. ശകുന്തളയോട് സംവദിക്കാനേ ദുഷ്യന്തൻ ഉപയോഗിച്ചത് അരയന്നത്തിനെ, മീൻസ് കമ്മ്യൂണിക്കേഷൻ. ശകുന്തളം വായിച്ചിട്ടുണ്ടോ? ആരുടെയും അത് കാളിദാസൻ. അപ്പൊ അഭിജ്ഞാന ശാകുന്തളം കാളിദാസ കൃതി ഇവിടെ ഉണ്ട്, എന്റെ ഇതിവിടെ എവിടെയൊക്കെ ഉണ്ട്. അപ്പം വായിച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ? അപ്പം അഭിജ്ഞാന ശാകുന്തളമൊക്കെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കും. ഒരു മിനിറ്റ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ എവിടെയോ ഉണ്ട്, 1 മിനിറ്റ്.
കാണിച്ചിട്ട് ഇപ്പം കണ്ടിട്ടാരും ഞെട്ടൊന്നും വേണ്ട. ഇതാണ് കാളിദാസ കൃതിയിലെ അഭിജ്ഞാന സാകുന്തളം. ചെറിയൊരു ബുക്കാണ് അല്ലെ? അപ്പം എത്രമാത്രം വലിപ്പമുണ്ട്, പൊക്കണമെങ്കിൽ തന്നെ വെയിറ്റുണ്ട്. ഇതാണ് ഇതിൽ എഴുതിയുണ്ട്, കാളിദാസൻ അഭിജ്ഞാന ഇത് കാളിദാസന്റെ സമ്പൂർണ്ണ കൃതി ഇതാണ് നോക്കുന്നത്. അപ്പം ഇതിനുണ്ട് മേഘസന്ദേശം ഒക്കെ പറഞ്ഞിട്ട് ഇത് വായിക്കേണ്ട ഒരു ബുക്കാണ്. പക്ഷെ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ ഒരു ജന്മം എടുത്താൽ തീർക്കാൻ പറ്റുമോ എന്നുള്ളത്. പിന്നെ സംസ്കൃതവുമാണ് പ്ലസ് ട്രാൻസ്ലേഷൻ. അപ്പം ഇതിലൊക്കെ പരാമർശിക്കുന്നുണ്ട് പണ്ടത്തെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അതാണ് മേഘസന്ദേശം എന്നുള്ള ഒരു കൃതി തന്നെ കാളിദാസന്റെയാണ്. അപ്പം അതൊക്കെ വായിച്ച് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന മീൻസ് മാധ്യമം അത് ടൈം ഈസ് ഓവർ ടുഡേ. 5 മിനിറ്റ് അറിയാം. അപ്പൊ ബാക്കി അടുത്ത ക്ലാസ് എവിടെ നിർത്തിയെന്ന് ചോദിച്ചാൽ അടുത്ത ക്ലാസ് ഒരു പിടി ഉണ്ടാവില്ല. കാരണം ഇന്നുള്ളവരാവില്ല അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവുന്നത്. നമ്മുടെ നീതു ഒക്കെ അന്ന് പാട്ട് പാടാന്നൊക്കെ പറഞ്ഞ് പോയതാ. നീതു ഇതിലല്ലേ? ഇതിലാണോ? ക്ലാസ്സിലാണോ നീതു എന്ന സ്റ്റുഡന്റ്? അപ്പൊ നീതുവിന്റെ പൊടി പോലും ഇല്ല കാണാൻ മാതിരിയ അല്ലെ? അപ്പൊ അതാണ് ഹൗ കാൻ ഐ എക്സ്റ്റെൻഡ് യു ഇൻഫർമേഷൻ. പിന്നെ എങ്ങനെയാണ് ഇൻഫർമേഷൻ പകർന്നു നൽകുക, കമ്മ്യൂണിക്കേഷൻ നടക്കുക. ടൈം ഈസ് ഓവർ, 5 minutes പാസ്റ്റ്. അടുത്ത ക്ലാസ്സിൽ കുറച്ച് ഇങ്ങനെ സ്ലോയിലേ പോകുള്ളൂ. കാരണം കുറച്ച് ഇതാണ്, അങ്ങനെയാണ്.